പഴം വരട്ടിയത് കൊണ്ടുള്ള അടുത്ത റെസിപ്പി കാണാം. ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയാലും 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത അരിയാണ്. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ട് 1/4 ഭാഗം ആ ജാറിൽ തന്നെ വെച്ചേക്കാം. ജാറിൽ വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മുടെ പഴം വരട്ടിയത് ഈ തവിക്കൊരു 2 സ്പൂൺ, അതായത് ഒരു 50 ഗ്രാമോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പഴം വരട്ടിയത് ചേർക്കുമ്പോൾ അളവ് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ അകം വേവാതെ പോകും. അതിലേക്കൊരു 5-6 ഏലക്കയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ഈ പഴം വരട്ടിയതില്ലേ, അതിന് പകരം 1/2 കിലോ അരിക്ക് ഒരു 2 പാളയംകോടൻ പഴം ചേർത്താൽ മതി. അത് നമുക്ക് ആ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ 1/2 കിലോ അരിക്ക് ഒരു 250 ഗ്രാം ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടോടെ ചേർക്കുന്നത് നമുക്ക് മാവ് അരച്ച് വയ്ക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് കൈ കൊണ്ട് ഇളക്കരുത്, കൈക്ക് പണി കിട്ടുവേ. ഇനി നമുക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് പൊടിക്ക് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ അടപ്പേ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് ഒരു അരമുറി തേങ്ങ ചിരുകിയതും ഒരു 2 സ്പൂൺ എള്ളും കൂടി മൂപ്പിച്ചതാണ് ഇത്. തേങ്ങ ചിരുകിയതില്ലെങ്കിൽ നിങ്ങൾ തേങ്ങ കൊത്തായാലും ചേർത്താൽ മതി. അത്രയും ചെയ്തതിന് ശേഷം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ആ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മാവ് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ കൂടി ആ മാവ് നല്ല വൃത്തിക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഉണ്ണിയപ്പക്കാരെ ആയതുകൊണ്ട് ഇതിലിങ്ങനെ വിട്ട് പെട്ടെന്ന് വരുന്നുണ്ടേ. അല്ലെങ്കിൽ നമുക്ക് ആ സ്പൂൺ വെച്ച് തന്നെ പെട്ടെന്ന് തിരിച്ചിടാം. ഉണ്ണിയപ്പവും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കുന്നതാണ് കണ്ടാൽ പറയില്ല. ടേസ്റ്റിനും ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തേക്കണേ. ടാറ്റാ ബൈ ബൈ, സീ യു.